ഇതുപോലെ ഒരു പീസ് തുണി ഇങ്ങനെ ഇതുപോലെ 2 4 ഇങ്ങനെ 4ആയിട്ട് മടക്കിയെടുക്കുക. ഇതാ ഇതുപോലെ 2 4ആയിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത അളവ് നോക്കുക. നമ്മൾ 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് തയ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിത് 9 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം നമ്മളുടെ ഷോൾഡറിൻ്റെ അകലം നമുക്കൊരു 4.5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അകലം എടുത്തിരിക്കുന്നത്. അതേ അളവ് തന്നെ നമ്മൾ താഴേക്കൊരു 4.5 എടുത്തു. ഇനി നമ്മുടെ വണ്ണം 21 ഇഞ്ച് വണ്ണം, അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി അതിൻ്റെ 24, അതിൻ്റെ 4-1 കണ്ട് 6 ഇഞ്ച് വണ്ണം. നമ്മളിവിടെ 6 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 20 ഇഞ്ച് വണ്ണം, അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടി അതിൻ്റെ 4-1 കണ്ട് 5.5 ഇഞ്ച് വണ്ണം അത് മാർക്ക് ചെയ്യുക. ഇനി ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി ഈ ആം ഹോൾ ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, സെൻറ്റർ മാർക്ക് ചെയ്യുക, ആം ഹോൾ മാർക്ക് ചെയ്യുക. നമ്മുടെ കഴുത്തിൻ്റെ അകലം നമ്മളൊരു 1.25 മാർക്കിങ്. താഴോട്ട് നമ്മളൊരു 4 മാർക്ക് ചെയ്തു. ശേഷം സെൻറ്റർ മാർക്ക് ചെയ്തു 1 ഇഞ്ച്. ഇത്രയാണ് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ അളവ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രണ്ട് കഴുത്ത് കൂട്ടി വെട്ടരുത്. ഇനി ഇത് നമ്മൾ ഫ്രണ്ട് ബാക്ക് വേർതിരിച്ചെടുക്കുക. ഇതുപോലെ ബാക്ക് വേറെ ഫ്രണ്ട് വേറെ എടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ കഴുത്ത് വെട്ടിയെടുത്തു. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ബാക്ക് കഴുത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇത്രയും തന്നെ നമുക്ക് വേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നമ്മൾ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ ഓക്കെ. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ടിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇറക്കം എത്രയാണ് നമ്മൾ പറഞ്ഞത്? 13.5 ഇഞ്ച് ഇറക്കം വേണം ഒരു പീസിന്. 13.5 മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ 13.5 മാർക്ക് ചെയ്തു. നമുക്ക് ഫുള്ള് വേണ്ടത് 22 ഇഞ്ച് വീതിയാണ് വേണ്ടത്. ഇതിപ്പോൾ ഇതേപോലൊരു പീസ് നമ്മൾ എടുത്തു. നമ്മൾ നോക്കുക ഈ പീസിന് എത്ര ഇഞ്ച് വീതി ഉണ്ടെന്ന് നോക്കുക. നമുക്ക് വേണ്ടത് എത്രയാണ്? 22 ഇഞ്ച് വീതിയാണ് വേണം. കാരണം 22 ഇഞ്ച് വീതി ഉണ്ടെങ്കിൽ നമ്മളിത് ചുരുക്കിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു പീസിന് 5.5 വെച്ച് കിട്ടത്തുള്ളൂ. നോക്കുക. ഇരുപത്തി 22.5. അപ്പോൾ ഈ 22.5 നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക.
ഇതേപോലെ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് 4 പീസുണ്ട്. ഈ 4 പീസ് നമ്മൾ ചുരുക്കിട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ പെറ്റിക്കോട്ട് കറക്റ്റ് അളവ് കിട്ടും. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുന്നതെന്ന് കാണാം. നമുക്ക് ഇതിൻ്റെ 22ൻ്റെ 2 ഇരട്ടിയാണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ നോട്ടിൽ പറഞ്ഞിട്ടില്ല, അതെഴുതി ചേർത്താൽ മതി. 22ൻ്റെ 2 ഇരട്ടി എടുത്ത് നമുക്ക് സ്കേർട്ട് തയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.